ഇവിടെ ഇവൻ തന്റെ ഫ്രണ്ട് പറയുന്നത് കേൾക്കാതെ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അവിടെ പോയതു മുതൽ അവൻ എന്തോ പന്തികേട് ഫീൽ ചെയ്യുന്നു. കാരണം അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെല്ലാം കറുത്ത വർഗ്ഗക്കാരാണ്. അങ്ങനെയുള്ളൊരു ഫാമിലി തന്നെ എങ്ങനെയാണ് അവരുടെ മരുമകനായി അക്സെപ്റ്റ് ചെയ്തതെന്ന് അവന് സംശയം തോന്നുന്നു. അത് മനസ്സിലാക്കി അവളുടെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് അവനെ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ രാത്രി ഉറക്കം വരാതെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. നോക്കുമ്പോൾ ആ വീട്ടിലെ ജോലിക്കാരൻ പാതിരാത്രി ഒരു കാര്യവുമില്ലാതെ ആ വീടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ ജോലിക്കാരി അവരുടെ ഫേസ് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നു. പിറ്റേ ദിവസം ആ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നു. അവിടെ അവരുടെ റിലേറ്റീവ്സ് വന്ന് എൻജോയ് ചെയ്യുന്നു. അക്കൂട്ടത്തിൽ കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾ സംസാരിക്കുന്നു. അതിവൻ തന്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കൈതട്ടി അത് ഫോട്ടോയാവുന്നു. അതിന് ഫ്ലാഷ് അടിച്ചതും അയാൾ ഒരു ഭ്രാന്തനെ പോലെ വേഗത്തിൽ ഇവന്റെ അടുത്തേക്ക് വന്ന് ഉടനെ തന്നെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്നവർ അയാളെ പിടിച്ചുകൊണ്ടു പോകുന്നു. അതിനുശേഷം അവന് സംശയം കൂടാൻ തുടങ്ങുന്നു. ഉടനെ തന്നെ അവനെടുത്ത് ഫോട്ടോ ഫ്രണ്ടിന് അയച്ചു കൊടുത്ത് അയാളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയുന്നു. നോക്കുമ്പോൾ അയാളെ കാണാതായിട്ട് 4 മാസമായെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് ഇവൻ ഗേൾ ഫ്രണ്ടിന്റെ റൂം ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾ ഇതുപോലെ തന്നെ വേറെയും കറുത്ത വർഗ്ഗക്കാർക്കൊപ്പമുള്ള ഫോട്ടോ കിട്ടുന്നു. അതിൽ വീട്ടിലെ ആ ജോലിക്കാരിയുടെ ഫോട്ടോയും ഉണ്ട്. ആക്ച്വലി ഇവന്റെ ഗേൾ ഫ്രണ്ട് ഓരോ കറുത്ത വർഗ്ഗക്കാരെയും ചതിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മെമ്മറീസ് മായ്ച്ച് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മെമ്മറി വെക്കുന്നു. ഇതെല്ലാം അറിഞ്ഞവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവരുടെ കയ്യിൽ തന്നെ അകപ്പെടുന്നു.